ഇൻ കേസ് നിങ്ങൾ അവിടെ അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ എയർലി എൻട്രി വേണം, ഡിഫൻസ് മോഡിൽ തന്നെ നിങ്ങൾക്ക് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് എൻട്രി ഇട്ടാൽ മതി. മൈനർ എം ഡിയിൽ എവിടെ ചേഞ്ച് ആകുന്നോ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എൻട്രി വരും. കണ്ടില്ലേ? എന്നാൽ മാത്രമുള്ള ആ എൻട്രി നിങ്ങൾക്ക് വാലിഡ് ആകത്തുള്ളൂ. ഇവൻ നിങ്ങൾ 15 മിനിറ്റിലാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഈ അടുത്ത മൂമെൻറ്റിൽ ഇത് പോസിറ്റീവ് ആകുമ്പം വീണ്ടും ഇവൻ ഇവിടെ എൻട്രി കാണിക്കും, ബൈ എൻട്രി തരും. മനസ്സിലായോ? അങ്ങനെ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്. പിന്നെ അടുത്ത പുൾ ബാക്കിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, അല്ലേ? ഇവിടെ എം ടി എൽ നെഗറ്റീവ് ആയപ്പോൾ തന്നെ നമ്മളെ ഇവിടെ നിന്ന് ഈ ട്രേഡിൽ നിന്ന് ഇവൻ ഇറക്കി. ഹായ്, നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 2 ടൂളാണ് ഞാനിപ്പോൾ എല്ലാവർക്കും തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ ഇപ്പം ട്രയൽ വാങ്ങിയ ആൾക്കാർ കൂടി ഈ 2 ടൂളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 ടൂളിനകത്ത് ഉള്ള ഡിഫറൻസ് എന്താണെന്നാണ് ആക്ച്വലി കുറച്ച് പേര് ചോദിക്കുന്നത്. ഞാൻ അതിൻ്റെ മെസ്സേജായിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ആൾക്കാർക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസ് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഈ 2 ടൂളിൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ് വിവരിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ടൂൾ ഇവിടെ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മെയിൽ വരും. മെയിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഇൻവൈറ്റ് ടൂളിൽ വന്നിട്ട് ആ 2 ടൂൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. നിങ്ങൾ പി സിയിലാണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണ് നോക്കുന്നതെങ്കിൽ നമ്മളുടെ ഇവിടെ തന്നെ കാണാൻ പറ്റും ഡിഫെൻസീവ് ആൻഡ് അഗ്രസീവ് എന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾ മൊബൈലിലാണ് ആഡ് ചെയ്തതെങ്കിൽ ടൂളിൻ്റെ പേര് ഇവിടം വരെയുള്ളൂ കാണിക്കത്തുള്ളൂ, പകുതി വരെയുള്ളൂ കാണിക്കത്തുള്ളൂ. ഏത് ടൂളാണ് സ്ക്രീനിലുള്ളതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ അതായത് പേര് വെച്ചിട്ട് അറിയാൻ പറ്റത്തില്ല. സോ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുണ്ടോ, ഇവിടെ നിങ്ങളുടെ ഈ ഒരു പ്രീമിയം ഡാഷ്ബോർഡ് വരുന്നതിനകത്ത് ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. മുകളിൽ ഡിഫെൻസീവ് ആണെങ്കിൽ ഈ ടൈം ഫ്രെയിമിന് അടുത്ത് തന്നെ ഡി എന്ന് കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ അഗ്രസീവ് ആണ് ആഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ടൈം ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെ എ എന്ന് കാണിക്കും. കണ്ടില്ലേ ഈ ഏരിയ? ഓക്കെ, ഇത് മുകളിലും താഴെയൊക്കെ നിങ്ങൾക്ക് ആക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇതുണ്ട്, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മേളിൽ ചെല്ലും, അതുപോലെ താഴെയാണ് വേണ്ടതെങ്കിൽ ബോട്ടം റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. കാരണം ഇത് ഡൗട്ട് വരാൻ കാര്യം, ഇത് ഈ ടൂളിനകത്ത് ഓൾറെഡി ഒരു ഡിഫെൻസീവ് ആൻഡ് അഗ്രസീവ് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അതും ഇതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇത് ടൂളിനകത്തുള്ള ഇൻപുട്ടിൽ വരുന്ന സെറ്റിങ്സ് ഓപ്ഷനാണിത്. ഇതും ഈ ടൂളുകളും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഒന്ന് ഓക്കെ, അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഡിഫെൻസീവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? എക്സ്ട്രാ ഒരു യെല്ലോ കളറിലെ ആക്ഷൻ ഏരിയ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലോസ് ആൻഡ് വെയിറ്റ് റെക്കമെൻഡേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതുണ്ടോ, ഈ ടൂളിൽ നിങ്ങൾക്ക് അലേർട്ട് സിസ്റ്റം കൂടി ഉണ്ട്. ഇവിടെ നിങ്ങൾ അലേർട്ടിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 അലേർട്ടാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അതായത് മെയിൻ റെക്കമെൻഡേഷനിൽ വരുന്ന 3 അലേർട്ടാണ് ഇവിടെ വരുന്നത്. ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്, സെൽ റെക്കമെൻഡേഷൻ ഉണ്ട്, അതുപോലെ ക്ലോസ് ആൻഡ് വെയിറ്റ് റെക്കമെൻഡേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ 5% നമ്മളുടെ ഫേവറിൽ പ്രൈസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കമെൻഡേഷനും വരും. ഇതിനൊക്കെ ഉള്ളൊരു ടെലഗ്രാം ചാനലും ഉണ്ട് നമുക്ക്. അതൊക്കെ ഓൾറെഡി നമ്മളുടെ വെബ്സൈറ്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫോം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് 3 മെയിൻ റെക്കമെൻഡേഷനാണ് വരുന്നത്: ബൈ, സെല്ല്, ക്ലോസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലോസ് എന്താണെന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പം ഇതുണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ട്രെൻഡ് ട്രേഡിംഗ് അപ്രോച്ചാണ്. ഓക്കെ, അപ്പം ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുമ്പം എന്താണ്? ഒരു ഹയർ ടൈം ഫ്രെയിം ആണല്ലോ നോർമലി മാർക്കറ്റിൽ എപ്പോഴും ഡൊമിനൻ്റ്. ഓക്കെ, അപ്പം ഹയർ ടൈം ഫ്രെയിമിനെ എപ്പോഴും ചെറിയ ടൈം ഫ്രെയിമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുത്ത് പോകുന്നൊരു കൺസെപ്റ്റാണ് ട്രെൻഡ് ട്രേഡിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ സെയിം രീതിയാണ് ഈ ഡിഫെൻസീവിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും കാണത്തില്ല. രണ്ടിൻ്റെയും സെറ്റിങ്സ് സെയിം ആയിരിക്കും, ഇൻപുട്ട് സെറ്റിങ്സ് സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ വരുന്ന ഇത് കണ്ടോ, ഈ ഏരിയ, അതായത് പ്രീമിയം ഡാഷ്ബോർഡിൽ വരുന്ന ആക്ഷനിൽ മാത്രമേ ഇവിടെ വ്യത്യാസം വരത്തുള്ളൂ. ഓക്കെ, ഡിഫെൻസീവ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലോസിൻ്റെ ഓപ്ഷൻ വരും. അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 15 മിനിറ്റ് അനുസരിച്ച് നമ്മളുടെ മാർക്കറ്റ് ഇങ്ങനെ അപ്പ് ട്രെൻഡിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 1 മിനിറ്റ് അനുസരിച്ച് എന്താണ്? 1 മിനിറ്റ് അനുസരിച്ച് അപ്പ് ട്രെൻഡും വരും, ഡൗൺ ട്രെൻഡും വരും, അപ്പ് ട്രെൻഡും വരും, ഡൗൺ ട്രെൻഡും വരും.
മനസ്സിലായോ? അത് ഹയർ ടൈം ഫ്രെയിം നമുക്ക് കുറച്ച് സ്റ്റേബിളായിട്ട് കാണിക്കും, പക്ഷേ 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിനകത്ത് അപ്പ് ട്രെൻഡും ഡൗൺ ട്രെൻഡും കാണിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഡയറക്ഷനിലേക്കുള്ള എൻട്രി മാത്രമായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുവാണെങ്കിൽ എവിടെ എടുക്കും? ഈ ഡൗൺ ട്രെൻഡിൽ നമ്മളൊന്നും ചെയ്യത്തില്ല. അപ്പ് ട്രെൻഡ് എപ്പോൾ വരുന്നു അപ്പം വീണ്ടും ഒരു എൻട്രി എടുക്കും. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം പോസിറ്റീവായിട്ട് ഓൾറെഡി താഴെ കിടപ്പുണ്ട്. അപ്പം അതിനകത്ത് 1 മിനിറ്റിനകത്ത് എപ്പോൾ പോസിറ്റീവ് വരുന്നു അവിടെ നമ്മൾ എടുക്കും. വീണ്ടും 1 മിനിറ്റ് നെഗറ്റീവ് ആകുമ്പം ഇറങ്ങി മാറും, വീണ്ടും ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ കയറും. ഈ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ഇപ്പോൾ വൺസ് ഇവിടെ 15 മിനിറ്റ് പോസിറ്റീവാണ് എന്ന് വിചാരിക്കുക. 1 മിനിറ്റോ 3 മിനിറ്റോ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ബൈയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ 15 മിനിറ്റ് പോസിറ്റീവാണ്, ബട്ട് 1 മിനിറ്റ് നെഗറ്റീവായി. അതായത് 1 മിനിറ്റിൽ പുൾ ബാക്ക് വരുന്നു, 15 മിനിറ്റ് ഒരു ഹൈ ടൈം ഫ്രെയിമിൽ നിൽക്കുന്നു, 1 മിനിറ്റ് ഒരു നല്ല മൂവ്മെൻറ്റ് വന്നിട്ട് പിന്നെ പുൾ ബാക്ക് വരുമല്ലോ, ഇതിന് പുൾ ബാക്ക് എന്ന് പറയും. അപ്പോൾ 1 മിനിറ്റ് പുൾ ബാക്ക് വരുമ്പം 1 മിനിറ്റ് ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് ക്ലോസ് ആൻഡ് വെയിറ്റ് എന്ന് ഇവൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ 15 മിനിറ്റിൽ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത മൂവ്മെൻറ്റിൽ ഇത് പോസിറ്റീവ് ആകുമ്പം വീണ്ടും ഇവൻ ഇവിടെ എൻട്രി കാണിക്കും, ബൈ എൻട്രി തരും. മനസ്സിലായോ? അങ്ങനെ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ് ഡിഫെൻസീവ് ടൂളിനുള്ളത്. മനസ്സിലായോ? അതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് യാതൊരുവിധ ഡൗട്ടും വേണ്ട. ഇപ്പം നമ്മളിവിടെ ക്ലോസ് ആൻഡ് വെയിറ്റ് ആണ്, അത് ഏകദേശം 11:48 ഈ ഏരിയയിൽ എങ്ങാണ്ട് വന്നിരിക്കുന്നതാണ് ക്ലോസ് ആൻഡ് വെയിറ്റ്. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണ്? 10 മിനിറ്റും 15 മിനിറ്റും ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നോക്കുന്നത്. അത് ആ ടൈമിൽ ടൂൾ നോക്കിക്കോളും, അതൊന്നും നിങ്ങളുടെ ടെൻഷനുള്ള കാര്യമല്ല. ഇവിടെ 10 മിനിറ്റിൽ പോസിറ്റീവാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? 10 മിനിറ്റിൻ്റെ MTL പോസിറ്റീവാണ്, അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ സ്ട്രക്ചർ പോസിറ്റീവാണ്. സോ 3 മിനിറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് തമ്മിലുള്ള ഒരു കോൺട്രാഡിക്ഷൻ അവിടെ വന്നു. സോ ടൂളിന് കൺഫേം അല്ലാത്തതുകൊണ്ട് തന്നെ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മളെ ഇറക്കി, അതായത് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് എൻട്രിയിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ടൈമും കൊടുത്തിട്ടുണ്ട്, ഏത് പ്രൈസിലാണ് ഇറങ്ങേണ്ടതെന്ന് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇറങ്ങിയെടുത്തു നിന്ന് എത്ര പോയിന്റ് മൂവ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ കണക്ഷൻ. അതേസമയം നിങ്ങൾക്ക് ഇപ്പം 10 മിനിറ്റോ 15 മിനിറ്റിൻ്റെയോ MTL സ്ട്രക്ചർ നിങ്ങൾക്ക് കാണണം. ഓക്കെ, 3 മിനിറ്റ് നിങ്ങൾ നിൽക്കുവാണ്, പക്ഷേ നിങ്ങൾക്ക് അറിയണം എന്താണ് 15 മിനിറ്റിൻ്റെ MTL അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നുള്ളത്. സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ഇതുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ സംഭവമാണ്. അതായത് ഇതാണ് മെയിൻ MTL, ഇത് മൈനർ MTL ആണ്, ഇത് മേജർ, ഇത് മൈനർ. അപ്പം ഇത് 15 മിനിറ്റിൽ എന്താണ് സീനെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുണ്ട്, ഇവിടെ നിങ്ങൾക്ക് നേരെ വന്ന് ഇതുണ്ടോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മിനിറ്റ് ആണോ വേണ്ടെങ്കിൽ 15 മിനിറ്റ് കിട്ടും, 10 മിനിറ്റ് ആണോ വേണ്ടതെങ്കിൽ 10 മിനിറ്റ്, ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. കേട്ടോ, ഇപ്പോൾ ഞാനിവിടെ 15 മിനിറ്റ് കൊടുത്തപ്പോൾ 15 മിനിറ്റിൻ്റെ MTL പോസിറ്റീവാണ്. ഓക്കെ, 15 മിനിറ്റിൻ്റെ MTL പോസിറ്റീവാണ്. 15 മിനിറ്റിൻ്റെ MTL താഴെ പ്രൈസ് നിൽക്കുന്നത്, ബട്ട് 15 മിനിറ്റിൻ്റെ MTL പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ കോൺട്രാഡിക്ഷൻ വന്നല്ലോ. അതായത് 1 മിനിറ്റ് നെഗറ്റീവും 15 മിനിറ്റ് പോസിറ്റീവും വന്നപ്പോൾ തന്നെ ടൂളിന് ഡൗട്ട് അടിച്ച് ടൂള് എൻട്രി ഒന്നും തരുന്നില്ല, നമ്മൾ എടുക്കുന്നില്ല. ഇനി അടുത്ത ട്രെൻഡ് കൺഫേം ആയി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് എൻട്രി തരത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ MTLൻ്റെ സോണിനെ ലെവലാക്കി മാറ്റാം. ഇവിടെ MTLൻ്റെ ലെവലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, അതായത് ഏത് MTL ആണ് വേണ്ടതെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതുണ്ടോ, ഒരു 15 മിനിറ്റും വേണം, 30 മിനിറ്റിൻ്റെ മെയിൻ MTL, ഇത് മെയിൻ MTL ആണ് വരുന്നത്. മെയിൻ MTL ആണ് വേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ടൂൾ അത് തന്നിട്ട് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്ത് കാണിക്കും. ഇത് 30 മിനിറ്റിൻ്റെ MTL ആണ്, ഇത് 15 മിനിറ്റിൻ്റെ MTL ആണ്. ഇത് നിങ്ങൾ ടൈം ഫ്രെയിമിനെ ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോഴുള്ള അത് മനസ്സിലാകത്തുള്ളത്. ഇതിൻ്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ടൈം ഫ്രെയിമുമായിട്ടുള്ള കണക്ഷനാണ് മെയിൻലി. ഓക്കെ, അപ്പം ഡിഫെൻസീവിനകത്ത് ഒരു കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അഗ്രസീവിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം നോക്കാം. ഞാൻ HTF ഒന്ന് ഓണാക്കും. നമ്മൾ നോർമലി HTF ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിന് ഞാൻ ഏറ്റവും നല്ലൊരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ 10ഉം 15 മിനിറ്റുമാണ്. HTF എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഹയർ ടൈം ഫ്രെയിം സ്റ്റാർ ലൈൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇതുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ ലൈൻ്റെ ഒരു ഏരിയ കാണിക്കുമല്ലോ, ഷോ മൾട്ടി സ്റ്റാർ ലൈൻ ഏരിയ. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. നമുക്ക് കുറച്ചുകൂടെ വിഷ്വലി നന്നായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ഈ SMCയുടെ ജസ്റ്റ് ഒന്ന് MS-ഉം BS കൂടി ഒന്ന് ഓൺ ആക്കിയേക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് അഗ്രസീവ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അഗ്രസീവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി സെൽ എൻട്രി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവാം.
അഗ്രസീവിൽ ഇവിടെ നമ്മൾ സെൽ എൻട്രി കിട്ടിയിട്ടുണ്ട്. സെൽ എൻട്രി അനുസരിച്ച് നമുക്ക് 120 പോയിന്റ് മൂവും ചെയ്തു. ഓക്കെ, സോ അഗ്രസീവിൽ എന്താണ് ശരിക്കും അവൻ ഏത് ബേസിലാണ് എൻട്രി തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഒരു 1 മുതൽ 30 വരെയുള്ള ടൈം ഫ്രെയിം ഇവിടെ ഉണ്ട്. ഓക്കെ, മൊത്തം 7 ടൈം ഫ്രെയിം ഇവിടെ ഉണ്ട്. ഈ 7 ടൈം ഫ്രെയിമിനകത്തു നിന്നും ഇവൻ എന്താ ചെക്ക് ചെയ്യുന്നത്? സ്ട്രക്ചേഴ്സ് ചെക്ക് ചെയ്യും. അതായത് MTLൻ്റെ ഓരോ ടൈം ഫ്രെയിമിലുള്ള സംഭവം എന്താണെന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ലൈനിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഓരോ ടൈം ഫ്രെയിമിൽ സ്റ്റാർ ലൈനിൻ്റെ മൂവ്മെൻ്റ് കൂടെയും ചെക്ക് ചെയ്തിട്ട് അവൻ എന്താണ് ഓവറോൾ ആയിട്ട് മാർക്കറ്റിൻ്റെ മേജർ പോർഷൻ ഏത് സൈഡിലേക്കാണ് നിൽക്കുന്നത് അതനുസരിച്ച് എൻട്രി പ്രോപ്പറായിട്ട് തരും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എൻട്രി ഇപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നോർമലി ഏത് ടൈം ഫ്രെയിമിലാണോ എൻട്രി നിങ്ങൾ നോക്കുന്നത് ആ കൺസേൺഡ് ടൈം ഫ്രെയിം ക്ലോസ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമുള്ള ആ എൻട്രി നിങ്ങൾക്ക് വാലിഡ് ആകത്തുള്ളൂ. ഇവൻ നിങ്ങൾ 15 മിനിറ്റിലാണ് നോക്കുന്നതെങ്കിൽ 15 മിനിറ്റിൽ ടൈം ഫ്രെയിം ക്ലോസ് ആകാൻ വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമുള്ളൂ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എൻട്രി കറക്റ്റായിട്ട് മാറാതിരിക്കത്തുള്ളൂ. ഓക്കെ, ഈ അഗ്രസീവ് മോഡിനകത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് കിട്ടുന്നത്. ഒന്ന് ബൈ ആൻഡ് സെല്ല്, വെയിറ്റ് ആൻഡ് റെക്കമെൻഡേഷൻ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവാണ്. എൻട്രീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മളെങ്ങനെ മാർക്കറ്റുമായിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മുടെ ടൂളുമായിട്ട് ഈ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് എൻട്രീസ് മാനുവലിയോ അല്ലെങ്കിൽ ടൂൾ അനുസരിച്ചോ എല്ലാം എടുത്തു പോകാം. ഇതിനകത്ത് അഗ്രസീവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് ഓവറോൾ ആയിട്ട് 7 ടൈം ഫ്രെയിമിനകത്ത് വരുന്ന മെജോറിറ്റിയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇവിടെ ഇത് എൻട്രി നിശ്ചയിക്കുന്നത്. ഓക്കെ, മറ്റേതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസീവിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ ടൈം ഫ്രെയിമും അതിനനുസരിച്ച് ചെറിയ ടൈം ഫ്രെയിമും ഒരേ ഡയറക്ഷനിൽ വരണം. അപ്പം ഡിഫെൻസീവിനകത്ത് നമുക്ക് എൻട്രീസ് കുറയും. ഓക്കെ, വളരെ നോർമലായിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമുള്ള എൻട്രി വരത്തുള്ളൂ. അഗ്രസീവിനകത്ത് ബൈയും സെല്ലും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൺസിക്യൂട്ടീവായിട്ട് എൻട്രി കാണിക്കും. ഇനി ഇപ്പം ഏകദേശം ഇത് രണ്ടുമുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് ടൂളിനകത്ത് നമുക്ക് ഇതുണ്ടോ, ഇവിടെ ഒരു അഗ്രസീവ് ആൻഡ് ഡിഫെൻസീവ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ബേസ് സ്ട്രക്ചറിനകത്താണ് വരുന്നത്. ബേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ബേസ് സ്ട്രക്ചർ. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് അഗ്രസീവ് മോഡിലാണ് ബേസ് സ്ട്രക്ചർ നിൽക്കുന്നത്. ഓക്കെ, ഇതുണ്ടോ അഗ്രസീവ് മോഡ്, അത് ഡിഫോൾട്ടാണ്. ഇൻ കേസ് നമ്മൾ ഡിഫെൻസീവ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതുണ്ട് അഗ്രസീവ് മോഡിൽ ഇട്ടപ്പോൾ നമുക്ക് എവിടെയാണ് സ്ട്രക്ചർ ചേഞ്ച് ആയപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയത്. പിന്നെ അടുത്ത പുൾ ബാക്കിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അല്ലേ. ബട്ട് ഇവിടെ നമ്മൾ ഡിഫെൻസീവാണ് കൊടുക്കുന്നതെങ്കിൽ ഇതുണ്ടോ ഈ ഏരിയയിൽ നമുക്കൊരു ആഷ് കളർ വന്നു, ഗ്രേ കളർ വന്നു. കാരണം ഇവിടെ MTL നെഗറ്റീവ് ആയപ്പോൾ തന്നെ നമ്മളെ ഇവിടുന്ന് ഈ ട്രേഡിൽ നിന്ന് ഇവൻ ഇറക്കി. ഓക്കെ, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് MTL നെഗറ്റീവ് ആയപ്പോൾ തന്നെ നമ്മൾ ഇറക്കി. അതായത് ഈവൻ ദോ മെയിൻ MTL പോസിറ്റീവാണ്, പക്ഷേ മേളത്തെ MTL നെഗറ്റീവ് ആയപ്പോൾ തന്നെ ആ ട്രേഡിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞ്. അതായത് ഇവിടെ നമുക്ക് ഡിഫെൻസീവ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ആ കളർ ചേഞ്ച് ആയി കാണിച്ചു. വിഷ്വലി നമുക്ക് ഈ MTLൻ്റെ നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇറങ്ങി മാറാം. അതായത് കുറച്ച് ഡിഫെൻസീവ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ MTL ഫുള്ള് റെഡ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെന്താണ് ഇവിടെയുള്ളൂ മാറത്തുള്ളൂ അല്ലേ. പക്ഷേ ഡിഫെൻസീവ് മോഡ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ആവും. ഇത് നോ ട്രേഡിംഗ് സോൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ തന്നെ ഇറങ്ങി മാറാം. വീണ്ടും ഇവിടെ നിന്ന് MTL നിന്ന് വീണ്ടും ഇവിടെ നിന്ന് കയറുവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ MS വരും. അതായത് വീണ്ടും സ്റ്റാർ ലൈന് മേളിൽ പ്രൈസ് നിൽക്കുമ്പം നമുക്ക് അവിടെ വീണ്ടും എൻട്രി പോയിന്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് എൻട്രി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് എൻട്രി പോയിന്റ് ഓൾറെഡി ഉണ്ടല്ലോ. ഇതുണ്ടോ, ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ്ഡ് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കിട്ടും? നോർമലി MTL എവിടെയാണോ ചേഞ്ച് ആകുന്നത് അവിടെയുള്ളൂ ബാലൻസ് എൻട്രി നമുക്ക് എൻട്രി തരത്തുള്ളൂ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബ്ലൂ ക്യാൻഡിൽ വരും, നമുക്കൊരു എൻട്രി ലൈനും കിട്ടും. നമുക്ക് ആ റേഞ്ചിൽ അല്ലെങ്കിൽ MTL റേഞ്ചിൽ നിങ്ങൾക്ക് എടുത്താൽ മതി എൻട്രി. ഇതൊക്കെ മാനുവലാണ് വരുന്നത്. ഇൻ കേസ് നിങ്ങൾ അവിടെ അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ എയർലി എൻട്രി വേണം, ഡിഫൻസ് മോഡിൽ തന്നെ നിങ്ങൾക്ക് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് എൻട്രി ഇട്ടാൽ മതി. സോ മൈനർ MTL എവിടെ ചേഞ്ച് ആകുന്നോ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എൻട്രി വരും. കണ്ടില്ലേ, കണ്ടോ, മുൻകൂട്ടി ഇവിടെ എൻട്രി വരും. പിന്നെ ഇതുണ്ട് സ്കാൾപ്പിംഗ് മോഡുണ്ട്. സ്കാൾപ്പിംഗ് ഇത് ഇവിടെ എൻട്രി വരും. ഈ സ്റ്റാർ ലൈൻ നെഗറ്റീവ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ എൻട്രി വരും. അതൊക്കെ നിങ്ങൾ ഈ ടൂളുമായിട്ടും അതുപോലെ മാർക്കറ്റിൽ കുറച്ച് നാൾ നിന്നിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവുമല്ലോ മാർക്കറ്റിനെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് എൻട്രി മോഡ് വേണമെങ്കിലും ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്വിംഗ് എൻട്രി മോഡും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഹോൾഡ് കൊടുക്കാം. ഹോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ബാർ കളർ ഉണ്ട്. അതായത് ഇപ്പോൾ MTL മുട്ടുന്ന ക്യാൻഡിൽ നിങ്ങൾക്ക് യെല്ലോ കളർ കാണിക്കണം. അപ്പം ഇവിടെ
പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ MTL ഏതൊക്കെ ക്യാൻഡിൽ മുട്ടുന്നുണ്ടോ അതെല്ലാം യെല്ലോ ആയിട്ട് നിങ്ങൾ കാണിക്കും. കണ്ടോ, MTL മുട്ടുന്ന ക്യാൻഡിലെല്ലാം നിങ്ങൾക്ക് യെല്ലോ ആയിട്ട് കാണിക്കും. അത് നിങ്ങൾക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാൻ പറ്റും. സംഭവം മനസ്സിലായോ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ A to Z കാര്യം ഞാൻ ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളത് ഉടനെ വരും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ ചാർട്ട് നമുക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആണ്. ഓക്കെ, പ്രീമിയത്തിൻ്റെ 2 ചാർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓവർവ്യൂ മനസ്സിലാക്കിക്കൊണ്ട് കൂടി നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.